കേരളത്തിൽ ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവറല്ലേ എന്ന് തോന്നാത്ത ഒരു മലയാളി പോലും കാണില്ല. ബോച്ചയ്ക്ക് പറയുന്നതിൽ മര്യാദ വേണം, ഹണി റോസ് ധരിക്കുന്നതിൽ മര്യാദ വേണം. അപ്പോൾ ഹണി റോസ് ആകട്ടെ, അമല പോൾ ആകട്ടെ, ഇവരെല്ലാം ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടെ ശ്രദ്ധ കൊടുക്കണം. ആൺകുട്ടികളുടെ സെക്ഷുവാലിറ്റി കണ്ണിലാണ്, പെൺകുട്ടികളുടെ സെക്ഷുവാലിറ്റി കൂടുതലും മൈൻഡിലാണ്. എല്ലാ പരിശുദ്ധ ഗ്രന്ഥങ്ങളും നോക്കിയാലും, ഖുറാൻ നോക്കിയാലും, ബൈബിൾ നോക്കിയാലും, ഗീതമൊക്കെ നോക്കിയാലും സ്ഥിരം പറയുന്ന ഒരു ആംഗിൾ ആണിന്റെ കണ്ണിന് മിതത്വം വേണം, പെണ്ണിന്റെ വസ്ത്രധാരണത്തിന് മിതത്വം വേണം. സണ്ണി ലിയോൺ കൊച്ചിയിൽ വന്നപ്പോൾ ആൾക്കാർ ഓടിക്കൂടിയത് സണ്ണി ലിയോൺ സുകുമാരനിക്കോടിന്റെ പ്രഭാഷണം നടത്തുമെന്ന് വിചാരിച്ചല്ലോ. അത് അവിടെ ഒരു ലൈംഗികോദ്ദീപനം നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ? അല്ല, സണ്ണി ലിയോയുടെ പ്രസംഗം കേൾക്കാൻ വരുന്നതല്ലോ. കേരളീയ സമൂഹത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ആൺ നോട്ടങ്ങളെയും ഒരു വിപണന മൂല്യമുള്ള കാര്യമാക്കി ഹണി റോസ് മാറ്റി എന്നുള്ളതാണ് വിമർശനം. നോർമൽ രീതിയിലുള്ള വസ്ത്രധാരണ നടത്തിയിട്ടുള്ളൂ എന്ന് കേരളത്തിൽ ഒരാളെങ്കിലും പറയുമോ എനിക്ക് സംശയമുണ്ട് കേട്ടോ. അത് മനുവിന്റെ നിലപാടായിരിക്കും, ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. അല്ല, നമ്മുടെ ഉണ്ണി മുകുന്ദൻ 6 പാക്ക് എന്ന് പറഞ്ഞ് ഇടാറുണ്ട്. നാളെ അങ്ങനെ ഒരു പെൺകുട്ടി ഷർട്ടില്ലാതൊരു ചിത്രം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇട്ടാൽ അവർ ടേക്ക് ഡൗൺ ചെയ്യില്ലേ? സനുഷ കുഞ്ഞായിരുന്നപ്പോൾ സനുഷ അങ്ങനെ മുണ്ട് മാത്രം കൊടുത്ത് ഏതോ ഒരു പഴയ സിനിമയിലെ ഒരു ചിത്രം കൊച്ചുകുട്ടി ബോച്ച ഒരു ദ്വയാർത്ഥ പ്രയോഗം വരാനും ആൾക്കാരെ ഒന്ന് ചിരിപ്പിക്കാനും കൈയടിപ്പിക്കാനും ഒക്കെ കുന്തി ദേവി എന്ന് വിളിക്കുന്ന ആ പ്രയോഗം ശരിയല്ല. ഒരു പ്രാവശ്യം അല്ലല്ലോ പുള്ളി. അതായത് പല ഹണി റോസിന് വിഷമം ഉണ്ടായെങ്കിൽ, വേദന ഉണ്ടായെങ്കിൽ ഞാനത് പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ബോച്ചെ മാപ്പ് പറയുകയും, ബോച്ച ഇന്നലെ മാപ്പ് പറയില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ബോച്ചെ മാപ്പ് പറയുകയും ഹണി റോസ് മാപ്പ് സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. സാർ എവിടെ നിൽക്കുന്നത്? ബോച്ചയും തെറ്റാണ്, ഹണി റോസും തെറ്റാണ്. കാര്യം ഞാൻ അമ്പലത്തിൽ പൂജാരി ആയെങ്കിൽ മറ്റേ അമ്പലത്തിൽ ഡ്രസ് കോഡ് കൊണ്ടുവരും എന്നുള്ളതാണ്. അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം ഡ്രസ് കോഡ് ഉണ്ട്. നമ്മൾ കയ്യിൽ ഒരു മുട്ടുസൂചി വെച്ചിട്ട് ഇനി 2-3 പെമ്പിള്ളാർ എന്നെ പുറകിൽ നിന്ന് തോണ്ടും, അവരെ കൊത്തണം എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും നമ്മൾ മുട്ടുസൂചി കൈ കരുതിയിട്ടുണ്ടോ? പല പുരുഷന്മാരും ഞരമ്പ് രോഗികളാണ്. അടിയിൽ ആ പെണ്ണ് ചിലപ്പോൾ എന്നെ ഒന്ന് കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്, ഞാൻ ഒന്ന് സൂക്ഷിച്ച് പോകണമെന്ന് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഹായ്, ഹണി റോസ് വരുന്നു, ഇന്ന് ഹണി റോസ് വിജ്ഞാനപ്രദമായ വേദാന്ത സാരം നമുക്ക് പറഞ്ഞു തരുമെന്ന് വിചാരിച്ചിട്ടാണ്. മഞ്ജു വാര്യരേക്കാൾ കൂടുതൽ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ഹണി റോസ് അല്ലേ? ഹണി റോസ് എന്ന കലാകാരിയെ, അഭിനേത്രിയെ മലയാള സിനിമാ രംഗം വേണ്ട രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല. ശരീരത്തിൻ്റെ അംഗലാവണ്യമൊക്കെ ആൾക്കാർക്ക് താല്പര്യമുള്ള കാര്യമാണ്, പക്ഷേ അതിന് ചില ലക്ഷ്മണ രേഖകളുണ്ട്. കുന്തി പരാമർശം വളഞ്ഞു കെട്ടി അല്ലെങ്കിൽ വളച്ചു കെട്ടി പറഞ്ഞതുകൊണ്ട് ഒരു ലക്ഷ്മണ രേഖ ക്രോസ് ചെയ്തു. ബോച്ച നന്മ പറഞ്ഞു, ബോച്ചെ അപ്രീഷിയേറ്റ് ചെയ്യണം, ചാരിറ്റി ചെയ്യുന്നു, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ബോച്ച ഒരു കേരളത്തിൻ്റെ എലോൺ മസ്കാണ്. കൊലപാതകത്തിന് മർഡറിന് വിധിക്കപ്പെട്ട വ്യക്തിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ, ഈ നല്ല കാര്യങ്ങളൊന്നും കാണാതിരിക്കും. ഇപ്പോൾ എല്ലാം മോശമായി. ബോച്ച എന്ന് പറഞ്ഞാൽ ഇനി ആകെ മോശമാണ്. ബോച്ചയെ രാഹുൽ ഈശ്വർ ഒളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ബോച്ച നല്ല ആളാണ്, ബോച്ചയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷേ ബോച്ചയ്ക്ക് ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഉണ്ട്. ഞാൻ ലാലേട്ടൻ്റെ ഭക്തനാണ്, ആരാധകൻ പോലും അല്ല. ലാലേട്ടൻ അങ്ങനെ ആയത് നീ നേരത്തെ പറഞ്ഞ ആംഗിൾ ഉള്ളത് കൊണ്ടാണല്ലോ ലാലേട്ടൻ മോൺസ്റ്റർ സിനിമയിൽ ഒരു പ്രത്യേക ഡയലോഗ് വെച്ച് ഹണി റോസിനെ അഡ്രസ്സ് ചെയ്യുന്നതും, ട്രിവാൻഡ്രം ലോഡ്ജിൽ ജയസൂര്യ ഒരു പ്രത്യേക ഡയലോഗ് വെച്ച് ഹണി റോസിനെ അഡ്രസ്സ് ചെയ്യുന്നതും. ഹണി റോസിന് ഒരു കാര്യത്തിൽ വലിയ നന്ദിയുണ്ട്. ഹണി റോസ് കാരണം കേരളീയ സമൂഹത്തിന് വലിയൊരു ഐക്യം ഉണ്ടായി. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് രാഹുൽ ഈശ്വറാണ്. നമസ്കാരം. ഇപ്പോൾ ചാനലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ് ഈ ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയം. അപ്പോൾ അതിൽ സാറിനെതിരെ ഒരു പരാമർശവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ലെറ്റർ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു ഹണി റോസ്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആദ്യം തന്നെ ഇത് വളരെ ജെനുവിനായ ഒരു സാംസ്കാരിക ഡിബേറ്റാണ്. സാംസ്കാരിക ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ഒരു വശത്ത് ശരിയെന്നും മറുവശത്ത് തെറ്റെന്നും വിശ്വസിക്കുന്ന ഒരു കൾച്ചറൽ ഡിബേറ്റ്. ഇതിനെ വേണമെങ്കിൽ പുരോഗമനവാദം വേഴ്സസ് പാരമ്പര്യവാദം എന്ന് പറയാം, അല്ലെങ്കിൽ ലിബറൽ വേഴ്സസ് കൺസർവേറ്റീവ്. പക്ഷേ ഇങ്ങനെ ഒരു ഡിബേറ്റ് എന്നും ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അത് ഹണി റോസിൻ്റെ വസ്ത്രധാരണമാകാം, ബോച്ചെ പറഞ്ഞതാകാം, മുമ്പ് അമല പോൾ എറണാകുളത്ത് ഒരു കോളേജിൽ വളരെ ക്ലീവേജ് ഒക്കെ കാണിക്കുന്ന ഒരു വസ്ത്രം ഇട്ട് പോയതിൻ്റെ ആകാം, അല്ലെങ്കിൽ ഈ ഡിബേറ്റ് എന്നും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ആ ഡിബേറ്റ് സഭ്യമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഹണി റോസിൻ്റെ ശരീരഭാഗത്തെ പരാമർശിച്ചുകൊണ്ടല്ല, പക്ഷേ ഹണി റോസിൻ്റെ സമീപനത്തെ എതിർക്കുന്ന രീതിയിൽ. ഹണി റോസിനെതിരെ വ്യക്തിപരമായ വിമർശനം പറഞ്ഞു, അവരുടെ വിമർശനത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ പല ചാനലുകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്, ഹണി റോസിനെ വ്യക്തിപരമായി ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ഹണി റോസ് ബോയ് ഫ്രണ്ട് എന്ന സിനിമയിൽ അഭിനയിച്ച കാലം മുതൽ ഹണി റോസിനെ കുറിച്ച് പല നല്ല കാര്യങ്ങളുമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിലെ സമീപനം എല്ലാ മലയാളികൾക്കും കുറച്ച് ഓവറല്ലേന്ന് തോന്നിയിട്ടുണ്ട്. മനു അത് ഇപ്പം ടി വിയിൽ പറയേണ്ട നിങ്ങളുടെ നിലപാട് എന്താണെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണം ഓവറല്ലേന്ന് തോന്നാത്ത ഒരു മലയാളി പോലും കാണില്ല. അപ്പോൾ ആ അവസരത്തിൽ ബോച്ചയ്ക്ക് വാക്കുകളിൽ മാന്യത വേണം, ഹണി റോസിന് വസ്ത്രത്തിൽ മിതത്വം വേണം. ബോച്ചയ്ക്ക് പറയുന്നതിൽ മര്യാദ വേണം, ഹണി റോസ് ധരിക്കുന്നതിൽ മര്യാദ വേണം. അങ്ങനെ പറയുന്നത് തെറ്റുണ്ടോ? അല്ല, ഹണി റോസ് മാത്രമാണോ അതുപോലത്തെ? ഒരിക്കലും എല്ലാവർക്കും. ഞാൻ ഹണി റോസ് ആകട്ടെ, അമല പോൾ ആകട്ടെ, ഇപ്പം ദിവ്യ പ്രഭയുടെ ഓൾ ദാറ്റ് വി ഇമാജിൻ ഈസ് ലൈറ്റ്, അത് ബറാക് ഒബാമ പോലും അഭിനയിച്ച സിനിമയാണ്. അതിലെ ചില രംഗങ്ങളുടെ പേരിലും മറ്റൊക്കെ കോൺട്രവേഴ്സി ഉണ്ടായി. അപ്പോൾ അത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും നെഗറ്റീവ് റിയാക്ഷൻസും ഉണ്ടാക്കും എന്നീ അഭിനേത്രിമാരും കലാകാരിമാരും തിരിച്ചറിയണം. ഇപ്പോൾ ഹണി റോസ് ഒരു പാൻ സൗത്ത് ഇന്ത്യൻ നടിയാണ്. മറ്റേ തെലുങ്കിലടക്കം വലിയ താരങ്ങളോടൊപ്പം അഭിനയിച്ച സൂപ്പർ സ്റ്റാറുകളുടെ നായികയായിട്ട് അഭിനയിച്ച വ്യക്തിയാണ്.
അപ്പോൾ ഹണി റോസ് ആകട്ടെ, അമല പോൾ ആകട്ടെ, ഇവരെല്ലാം ഇത്തരം കാര്യങ്ങളിൽ കുറേ കൂടെ ശ്രദ്ധ കൊടുക്കണം. കാര്യം ഇവർ റോൾ മോഡൽസാണ്. നമ്മുടെ യങ്സ്റ്റേഴ്സ്, അതായത് ഒരു 15 മുതൽ 20 വയസ്സിലുള്ള പെൺകുട്ടികളോ അല്ലെങ്കിൽ 25 വയസ്സിലുള്ള പെൺകുട്ടികളോ ഒക്കെ മാതൃകയാക്കുന്നവരാണ്. നല്ല മാതൃകകൾ കൊടുക്കാൻ നമുക്കാകണം. ഈ ഇതുപോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ എങ്ങനെയാണ് അവർ മാതൃക അല്ലാതെ? ഏറ്റവും സിമ്പിളായി പറയാം, ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചാൽ എന്ത് പറ്റും? ഞാനത് തുറന്നു പറയുന്നതിന് മറുപടി തോന്നരുത്. ആൺകുട്ടികളുടെ സെക്ഷുവാലിറ്റി കണ്ണിലാണ്, വിഷ്വലാണ്. നമ്മൾ ആണുങ്ങളാണെന്ന് നമുക്കറിയാം. ഇനി അങ്ങനെ അല്ലെന്ന് ഏതെങ്കിലും ആണ് പറഞ്ഞാൽ കള്ളം പറയുക. പെൺകുട്ടികളുടെ സെക്ഷുവാലിറ്റി കൂടുതലും മൈൻഡിലാണ്. അതായത് ആണുങ്ങളുടെ ലൈംഗികത വിഷ്വലും പെൺകുട്ടികളുടെ ലൈംഗികത മെന്റലുമാണ്. ആണുങ്ങൾക്ക് അതുകൊണ്ട് ആ സെക്ഷുവാലിറ്റിയെ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലോ വൾഗർ ആകാത്ത രീതിയിലോ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാ പരിശുദ്ധ ഗ്രന്ഥങ്ങളും നോക്കിയാലും, ഖുറാൻ നോക്കിയാലും, ബൈബിൾ നോക്കിയാലും, ഗീതൊക്കെ നോക്കിയാൽ സ്ഥിരം പറയുന്ന ഒരു ആംഗിൾ, ആണിൻ്റെ കണ്ണിന് മിതത്വം വേണം, പെണ്ണിൻ്റെ വസ്ത്രധാരണത്തിന് മിതത്വം വേണം. ഇത് തന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലടക്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വസ്ത്രധാരണത്തിൽ മിതത്വം വേണം. ഞാനൊരു കാര്യം കൂടെ ചോദിക്കാം. നമ്മുടെ സണ്ണി ലിയോൺ ഇവരോട് ആരോടും കമ്പയർ ചെയ്യില്ല. ഇവരെല്ലാം മുഖ്യധാര നല്ല കലാകാരികളാണ്. സണ്ണി ലിയോൺ പണ്ടൊരു അഡൽട്ട് ആർട്ടിസ്റ്റായി പിന്നീടൊരു മുഖ്യധാരയിലേക്കൊക്കെ വന്ന വ്യക്തിയാണ്. സണ്ണി ലിയോൺ കൊച്ചിയിൽ വന്നപ്പോൾ ആൾക്കാർ ഓടിക്കൂടിയത് സണ്ണി ലിയോൺ സുകുമാരനിക്കോടിൻ്റെ പ്രഭാഷണം നടത്തുമെന്ന് വിചാരിച്ചല്ലോ. നമ്മുടെ ആൾക്കാർ വരുന്നത് അവിടെ ഒരു ലൈംഗികോദ്ദീപനം നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ, അല്ല സണ്ണി ലിയോയുടെ പ്രസംഗം കേൾക്കാൻ വരുന്നതല്ലോ. അപ്പോൾ വൾഗറായിട്ട് സെക്ഷുവലൈസ് ചെയ്യപ്പെടാൻ, കമോഡിഫൈ ചെയ്യപ്പെടാൻ, ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടാൻ, വസ്തുവൽക്കരിക്കപ്പെടാൻ, ഭോഗവസ്തുവായി മാറാൻ, ലൈംഗിക തൃഷ്ണയ്ക്ക് പാത്രീഭവിക്കാൻ വേണ്ടി മാത്രം ഈ പെൺകുട്ടികൾ നിന്നു കൊടുക്കരുത് എന്നുള്ളതാണ് അഭ്യർത്ഥന. പക്ഷെ ഇതെങ്ങനെയാണ് അങ്ങനൊരു ഈ ലൈംഗിക ദാരിദ്ര്യത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത് സാർ? 100%. എങ്ങനെ? അതായത് ഫറ ഷിബിൽ എന്ന് പറയുന്ന ഒരു നടിയും ഹണി റോസിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അവരുടെ വിമർശനം വളരെ പ്രസക്തമാണ്. കേരളീയ സമൂഹത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ആൺ നോട്ടങ്ങളെയും ഒരു വിപണന മൂല്യമുള്ള കാര്യമാക്കി ഹണി റോസ് മാറ്റി എന്നുള്ളതാണ് വിമർശനം. അതായത് ലൈംഗിക ദാരിദ്ര്യമുള്ളൊരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ആൺ നോട്ടങ്ങൾ, മെയിൽ ഗെയ്സ് കൂടുതലുള്ളൊരു സമൂഹത്തിൽ അതൊരു മാർക്കറ്റിംഗ് ടൂളായി ഹണി റോസ് മാറ്റി എന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും വൾഗർ ആംഗിളുകളിൽ നിന്നുള്ള ഷോട്ടുകൾ, വീഡിയോകൾ, അത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു കൾച്ചർ നമുക്ക് വരും. നമുക്ക് എത്രയോ വലിയ അഭിനേത്രിമാരുണ്ട്. ശോഭന മാഡം ഉണ്ട്, അല്ലെങ്കിൽ ശ്രീമതി മഞ്ജു വാര്യർ, ശ്രീമതി കാവ്യ മാധവൻ അടക്കം ഒരുപാട് പേർ. പെട്ടെന്ന് ഓർമ്മ വരുന്നവരുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അവരാരും ഇനോഗ്രേഷൻ പോകുമ്പോൾ ഇങ്ങനെ അല്ലല്ലോ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ സാരി നല്ലതാണ്, പക്ഷേ ടിപ്പ് ബർസാ പാനിയിൽ രവീന ടണ്ടൻ ഉടുക്കുന്നത് പോലെ സാരി ഉടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നോർമൽ രീതിയിലുള്ള വസ്ത്രധാരണ നടത്തിയിട്ടുള്ളൂ എന്ന് കേരളത്തിൽ ഒരാളെങ്കിലും പറയുമോ എനിക്ക് സംശയമുണ്ട് കേട്ടോ. അത് മനുവിന്റെ നിലപാടാണെങ്കിൽ ഞാനതിനെ ബഹുമാനിക്കുന്നു. ഹണി റോസിന്റെ വസ്ത്രധാരണം നോർമൽ ആണെന്ന് പറഞ്ഞാൽ ഞാൻ അമിതാഭ് ബച്ചനാണ്. അല്ല, അതാണ് അതൊരു ഹിന്ദിയിലെ പ്രയോഗമാണ് കേട്ടോ. നീ അത് പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഹണി റോസിന്റെ വസ്ത്രധാരണം നോർമൽ ആണെന്ന് പറഞ്ഞാൽ ഭഗവാൻ അങ്ങേ രക്ഷിക്കട്ടെ, ദൈവം അങ്ങേ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ എന്ന് പറഞ്ഞാൽ മോശമൊന്നല്ല കേട്ടോ, അബ്നോർമൽ അർത്ഥത്തിലല്ല, കുറച്ചുകൂടെ ഒരു മിതത്വം പാലിക്കാം. ഹണി റോസ് ഏത് രീതിയിലാണ് മിതത്വം പാലിക്കണമെന്ന് സാർ ഉദ്ദേശിക്കുന്നത്? മിതത്വം പാലിക്കണമെന്ന് പറയുന്നത് ശരീരത്തിന്റെ, പ്രത്യേകിച്ച് സ്ത്രീ ശരീരത്തിന്റെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഭാഗങ്ങൾ അമിതമായി പ്രൊജക്റ്റ് ചെയ്യാതെ സഭ്യതയിലൂടെ കവർ ചെയ്തു പോകുന്നതിനെയാണ് നമ്മൾ മാന്യത എന്ന് പറയുന്നത്. എങ്ങനെയാണ് അതിൽ സ്ത്രീ പുരുഷ സമത്വം ആപ്ലിക്കബിൾ ആകാതിരിക്കുക എന്ന് കൂടെ നോക്കാം. ഞാനോ താങ്കളോ ഷർട്ടില്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ നടന്മാരൊക്കെ ഷർട്ടില്ലാതെയുള്ള പല, നമ്മുടെ ഉണ്ണി മുകുന്ദൻ 6 പാക്ക് എന്ന് പറഞ്ഞിടാറുണ്ട്. നാളെ അങ്ങനെ ഒരു പെൺകുട്ടി ഷർട്ടില്ലാതെ ഒരു ചിത്രം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇട്ടാൽ അവർ ടേക്ക് ഡൗൺ ചെയ്യില്ലേ? അതെന്താ, മാർക്ക് സക്കർബർഗ് സ്ത്രീ വിരോധി ആയതുകൊണ്ടാണോ? അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ട് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ സനുഷയാണെന്ന് തോന്നുന്നു. സനുഷ കുഞ്ഞായിരുന്നപ്പോൾ സനുഷ അങ്ങനെ മുണ്ട് മാത്രം കൊടുത്ത് ഏതോ ഒരു പഴയ സിനിമയിലെ ഒരു ചിത്രം കൊച്ചുകുട്ടിയായിരുന്നപ്പം പറഞ്ഞത് അവർ ബ്ലർ ചെയ്യുകയും അത് ടേക്ക് ഡൗൺ ചെയ്യുകയും എന്തോ ചെയ്തു. അപ്പോൾ സനുഷ അതിനെതിരെ ഒരു വിമർശനമൊക്കെ ഉന്നയിച്ചു. അതായത് എൻ്റെ ചോദ്യം, അപ്പം ആ ഉണ്ണി മുകുന്ദനോ നമ്മുടെ പൃഥ്വിരാജോ രാഹുൽ ഈശ്വറോ മനുവോ ആരെങ്കിലും ഷർട്ടില്ലാത്തൊരു ചിത്രം എടുത്ത് ഫേസ്ബുക്കിൽ ഇടുകയാണെങ്കിൽ ഫേസ്ബുക്കിന് പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് പ്രശ്നമില്ല. നേരെ മറിച്ച് ഒരു പെൺകുട്ടി അങ്ങനെ ഷർട്ടിടാത്ത ഒരു ചിത്രം എടുത്തിടുകയാണെങ്കിൽ അവർ ടേക്ക് ഡൗൺ ചെയ്യും. എന്തുകൊണ്ടാണ്? കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന് പറയും. അത് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ സ്ത്രീ വിരുദ്ധമായിട്ടാണോ? ആൺ പെൺ ശരീരങ്ങൾ വ്യത്യാസമാണ്, ഘടനാപരമായ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്ത്രീ ശരീരത്തെ ആൺ ശരീരത്തെയും മിതത്വത്തിലൂടെ ഒരു സഭ്യതയുടെ അതിർവരമ്പുകൾക്കുള്ളിൽ നിർത്തണം. വളരെ പ്രസക്തമായ ഒരു ചോദ്യം മനുവിൻ്റെ മനസ്സിൽ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരും. ആര് സഭ്യതയുടെ അതിർവരമ്പുകൾ നിർവചിക്കുമെന്ന്? സമൂഹം നിർവചിക്കും. എങ്ങനെ? ആ സമൂഹം നിർവചിക്കുന്നത് ഇതേപോലത്തുള്ള ചർച്ചകളിൽ, സംഭാഷണങ്ങളിൽ, ഇത് ശരിയാണോ അത് ശരിയാണോ എന്നുള്ള തർക്കങ്ങളിൽ. ഇപ്പം ബോച്ചെ പറഞ്ഞത് തെറ്റാണ് എന്ന് ആര് തീരുമാനിച്ചു? 4 മാസം മുമ്പല്ലേ ഹണി റോസിനോട് പറഞ്ഞത്. ചർച്ചകളിലൂടെ വന്നു, വിവാദം വന്നു, തർക്കം വന്നു, ഹണി റോസ് കേസ് കൊടുത്തു, 2 ഭാഗങ്ങളിലും ആൾക്കാർ. അതിൽ ബോച്ചെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബോച്ചെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുള്ളിക്കാരത്തെ ലൈംഗിക ശേഷിയുള്ള ചുവയോടുകൂടി സംസാരിക്കുകയാണ് ചെയ്തത്. സെക്ഷുവലി കളേർഡ് റിമാർക്സ്. ഭാരതീയ ന്യായ സംഹിത 75 ഉപവകുപ്പ് 4, അതാണ് ഈ സെക്ഷുവലി കളേർഡ് റിമാർക്സ്. 1 വർഷം വരെ കുറ്റം കിട്ടാം. ഞാൻ ഒക്കെ അഭ്യർത്ഥിക്കുന്നത് സെക്ഷുവലി കളേർഡ് ഡ്രസ്സും പാടില്ല.
സെക്ഷലി കളേർഡ് വാക്കുകൾ പാടില്ല, സംശയമൊന്നുമില്ല. ബോച്ചെ പറഞ്ഞതിനെ ആരും ന്യായീകരിച്ചില്ല, ശ്രദ്ധിച്ചോന്നറിയില്ല. ബോച്ചെ കുന്തി എന്ന് പറഞ്ഞ വാക്കിനെ ആരും ന്യായീകരിച്ചില്ല. വേണമെങ്കിൽ ന്യായീകരിക്കാം. ഷഫാഖ് നാസ് എന്നൊരു പെൺകുട്ടിയുണ്ട്, അവരാണ് മഹാഭാരതത്തിൽ കുന്തിയായി അഭിനയിച്ചത്. സ്റ്റാർ പ്ലസിൽ മഹാഭാരതത്തിൽ വെറുതെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഷഫാഖ് നാസ് എന്നാണ് അവരുടെ പേര്. ഷഫാഖ് നാസ് ഹണി റോസിനെ പോലെ വളരെ സുന്ദരിയായ അങ്കലാവണ്യുള്ള ഒരു പെൺകുട്ടിയാണ്. എനിക്ക് വേണമെങ്കിൽ ബോച്ചയെ ന്യായീകരിക്കാനാണെങ്കിൽ പറയാം, അത് ഷഫാഖ് നാസിനെ കുറിച്ചാണ് ബോച്ചെ പറഞ്ഞത്. ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മഹാഭാരതത്തിലെ നടിയെ ഓർമ്മ വരുന്നു എന്നല്ലേ പറഞ്ഞത്? ഷഫാഖ് നാസിനെ കുറിച്ച് ആയിക്കൂടെ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അത് ഞാൻ പറയാത്തതിൻ്റെ കാരണം അത് അങ്ങനെ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. ബോച്ചെ ഒരു ദ്വയാർത്ഥ പ്രയോഗം വരാനും ആൾക്കാരെ ഒന്ന് ചിരിപ്പിക്കാനും കൈയടിപ്പിക്കാനും ഒക്കെ കുന്തി ദേവി എന്ന് വിളിക്കുന്നതാണ്. ആ പ്രയോഗം ശരിയല്ല. ഒരു പ്രാവശ്യം അല്ലല്ലോ പുള്ളി സംശയമില്ല. ആ പ്രയോഗം ഒട്ടും ശരിയല്ലാത്തതിന്റെ കാരണം ആ പ്രയോഗം വ്യാപകമായി മോശമായി യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും. ഞാൻ അങ്ങനെ എനിക്ക് പറ്റിയ ഒരു തെറ്റൊരു തിരുത്തിയത് ഞാൻ പറയാം. ഞാൻ നേര് സിനിമയിൽ, മോഹൻലാലിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു. ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് മിനി മാഡം ഒക്കെ നേര് സിനിമയുടെ ഇതിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വാക്ക് പോലും ഇപ്പം പറയില്ല. അതിജീവിത എന്ന വാക്കിനോട് പ്രാസമുള്ള മറ്റൊരു വാക്ക് പറഞ്ഞു, നെഗറ്റീവായിട്ടും തമാശ രൂപേണയും. അപ്പം പണ്ടെല്ലാം അതിജീവിതയാണ്, പിന്നീട് മറ്റൊരു ജീവിതയായി എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്നോട് ഏറ്റവും എതിർത്ത് നിൽക്കുന്ന ആളാണ് മിനി മാഡം. മിനി മാഡം പറഞ്ഞു, രാഹുൽ ഈശ്വരെ ആ വാക്ക് ഉപയോഗിക്കരുത്, ആ വാക്ക് വ്യാപകമായി മിസ്യൂസ് ചെയ്യപ്പെടും. അപ്പം നമ്മുടെ ശ്രീ ആൻ്റണി പെരുമ്പാവൂരോട് ഉണ്ടായിരുന്നു. ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞു, മിനി മാഡം പറഞ്ഞ ശരിയാണ്. കാര്യം ആ വാക്ക് നമ്മൾ പോപ്പുലറൈസ് ആയി കഴിഞ്ഞാൽ നാളെ ജെനുവിൻലി പരാതി കൊടുക്കുന്ന പെൺകുട്ടികൾക്കെതിരെയും ഈ മോശ പ്രയോഗം വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആ വാക്ക് പിൻവലിച്ചു. പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലോ ടി വിയിലോ ഒരിടത്തും ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അപ്പം ചില വാക്കുകൾക്കൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ കുന്തി ദേവി പോലുള്ള വാക്കുകൾ പോപ്പുലർ ആയിക്കഴിഞ്ഞാൽ വളരെ വൾഗറായി യൂസ് ചെയ്യപ്പെടും. നാളെ സ്കൂളുകളിലും കോളേജിലും യൂസ് ചെയ്യപ്പെടും. നമ്മുടെ യുവാക്കളും ഏതെങ്കിലും യുവതികളെ ഇഷ്ടമല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗത്തോടുകൂടി ഇത് വിളിച്ചു തുടങ്ങും. അതുകൊണ്ട് ബോച്ചെ ആ വാക്ക് പിൻവലിക്കണം. ബോച്ചെ ഹണി റോസിനോട് മാപ്പ് പറയണം. ഹണി റോസ് ആ മാപ്പ് സ്വീകരിക്കുകയും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞ ഞാനാണ് ബോച്ചയെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞ ആൾക്കാർ വരുന്നത്. അപ്പം ബോച്ചെ പറഞ്ഞത് ശരിയായില്ലെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായത്. അദ്ദേഹം ഡോക്ടർ അരുൺകുമാർ, റിപ്പോർട്ടറിലെ അരുൺകുമാറിനോട് മാപ്പ് പറയുകയും ചെയ്തു. പക്ഷേ അരുൺകുമാറിനോടല്ലോ മാപ്പ് പറയേണ്ടത്. അതെ, ഹണി റോസിനോട് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതെ, ഹണി റോസിനോട് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് അരുൺകുമാറിനോട് പറഞ്ഞു. ഹണി റോസ് നേരിട്ട് കാണുന്നില്ലല്ലോ. അല്ല, നേരിട്ടല്ല, പുള്ളിയുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും. അദ്ദേഹം ഈ ചാനലിലടക്കം ഹണി റോസിന് വിഷമം ഉണ്ടായെങ്കിൽ, വേദന ഉണ്ടായെങ്കിൽ ഞാനത് പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇപ്പം കോടതി വരുമ്പോൾ ഇനി അതും കൂടെ ഉണ്ട് കേട്ടോ. കോടതി വരുമ്പോൾ ലീഗൽ സ്ട്രാറ്റജി മാറ്റും. വേറൊന്നും കൊണ്ടല്ല. രാമപിള്ള സാർ പറയും, നമ്മൾ അങ്ങനെ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കോടതിയിൽ നമ്മൾ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആവും. അതായത് നമ്മൾ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്നത് പോലെയാകും. രാമപിള്ള സാറിന് മറ്റൊരു ലീഗൽ സ്ട്രാറ്റജി കാണും, എന്തെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ കാണും. നേരത്തെ പറഞ്ഞ പോലെ ഷഫാഖ് നാസിനെയാണ് ഉദ്ദേശിച്ചതോ, അത് കോടതിയിൽ ഈ ടെക്നിക്കൽ ആർഗ്യുമെന്റാണ്. കോടതിയിൽ എനിക്ക് ക്ഷമ തോന്നി, ക്ഷമിക്കണമെന്നൊന്നും പറഞ്ഞാൽ കോടതിക്ക് കേൾക്കണമെന്ന് വരില്ല. അപ്പം കോടതിയിൽ രാമപിള്ള സാറിൻ്റെ സ്ട്രാറ്റജി വേറെ ആയിരിക്കും. പക്ഷേ ഇന്നും എൻ്റെ അഭിപ്രായം ബോച്ചെ മാപ്പ് പറയുകയും, ബോച്ചെ ഇന്നലെ മാപ്പ് പറയില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ബോച്ചെ മാപ്പ് പറയുകയും ഹണി റോസ് മാപ്പ് സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ സാർ ഇതിനു മുമ്പ് പറഞ്ഞു ഹണി റോസിന്റെ വസ്ത്രധാരണം ശരിയല്ല, ബോച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്ത രീതിയിലാണ് സാർ. ബോച്ചെ പറഞ്ഞതും ശരിയല്ല, ഹണി റോസിന്റെ വസ്ത്രധാരണവും ശരിയല്ല. അങ്ങനെ ഒരു നിലപാടെടുത്തൂടെ? സമൂഹത്തിൽ 3 നിലപാടുണ്ട്. ബോച്ചെ പറഞ്ഞത് ശരിയാണ്, ഹണി റോസ് തെറ്റാണ്. ഹണി റോസ് ശരിയാണ്, ബോച്ചെ തെറ്റാണ്. ബോച്ചയും തെറ്റാണ്, ഹണി റോസും തെറ്റാണ്. സാർ എവിടെ നിൽക്കുന്നത്? ബോച്ചയും തെറ്റാണ്, ഹണി റോസും തെറ്റാണ്. ഇതിന്റെ രണ്ടിന്റെ നടുക്കാണ്. അതാണ് മധ്യവർത്തി പാത, അതാണ് മിഡിൽ പാത്ത് എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഗാന്ധിജിയൊക്കെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഹണി റോസ് ആ പോസ്റ്റ് ഇട്ടത്? അല്ല, ഹണി റോസ് പോസ്റ്റ് ഇടുന്നത് ഹണി റോസ് എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഹണി റോസ് അതിൽ പോലും പറയുന്നൊരു കാര്യം, ഞാൻ അമ്പലത്തിൽ പൂജാരി ആയെങ്കിൽ അമ്പലത്തിൽ ഡ്രസ് കോഡ് കൊണ്ടുവരുമെന്നുള്ളതാണ്. ഹണി റോസിന് ഒരു പക്ഷേ തിരക്ക് കാരണം ശ്രദ്ധിക്കാത്തതായിരിക്കും, അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം ഡ്രസ് കോഡ് ഉണ്ട്. അതായത് പരിശുദ്ധ വത്തിക്കാനിൽ പോകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. വത്തിക്കാനിലും സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ട്, പുരുഷന്മാർക്കും ഡ്രസ് കോഡ് ഉണ്ട്. നമ്മുടെ അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചുകളിലും മോസ്കുകളിലും എല്ലാം ഡ്രസ് കോഡ് ഉള്ളതിൻ്റെ കാരണം മാന്യത വേണം, മര്യാദ വേണം, സഭ്യത വേണം എന്നുള്ള കാര്യമുള്ളതുകൊണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഡ്രസ് കോഡ് ഉള്ളത്. കോടതിയിലടക്കം ഡ്രസ് കോഡ് ഇല്ലേ? ആ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു മര്യാദയും മാന്യതയും സൂചിപ്പിക്കുന്നതാണ്. ആ മര്യാദയും മാന്യതയും നമ്മൾ സഭ്യത എന്ന് നമ്മൾ പറയാം. സഭ്യത അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പറയുന്ന വാക്ക് ഡീസൻസി എന്നാണ്. ആർട്ടിക്കിൾ 19 ഭാഗമായി ഡീസൻസിയും മൊറാലിറ്റിയും ലംഘിക്കാത്ത കാര്യങ്ങളിലേ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളൂ. ഹണി റോസിന്റെ വസ്ത്രധാരണം ഡീസൻ്റ് ആണോ എന്നുള്ളൊരു ചോദ്യം ഒരിക്കലെങ്കിലും അങ്ങയുടെ മനസ്സിൽ തോന്നിയിട്ടില്ലെങ്കിൽ അങ്ങയുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അവരുടെ മനസ്സിലെങ്കിലും ഒരിക്കൽ തോന്നിയിട്ടുണ്ടാവും. ഇപ്പോൾ സാറ് പറയുകയുണ്ടായി അമ്പലങ്ങളിലും അതുപോലെ തന്നെ പള്ളികളിലും എല്ലാം വേഷത്തിൽ ഇത് തരംതിരിവ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തിനാ നമ്മുടെ ഈ അമ്പലം? തരംതിരിവല്ല, ഡ്രസ് കോഡ്. ഡ്രസ് കോഡ് കൊണ്ടുവന്നത് ഇത് തന്നെയാണ് കാര്യം. എല്ലാ സ്ഥലത്തും ഒരു മാന്യത വേണം. എന്തിനാണ് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ഡ്രസ് കോഡ് കൊണ്ടുവരുന്നത്? എല്ലാ സ്ഥലത്തും ഡ്രസ് കോഡ് ഇല്ലേ? അമ്പലങ്ങളിൽ മാത്രമല്ല, സ്കൂളുകളിൽ ഡ്രസ് കോഡ് ഇല്ലേ? കോളേജ് ഡ്രസ് കോഡ് ഇല്ലേ? അമ്പലത്തിൽ എന്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മര്യാദ വേണം, സഭ്യത വേണം. സമൂഹത്തിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഡ്രസ് കോഡ് കാര്യങ്ങളൊന്നുമില്ല. അമ്പലത്തിലുണ്ടല്ലോ, എല്ലാ അമ്പലത്തിലും ഡ്രസ് കോഡ് ഇല്ലേ? ഏത് അമ്പലത്തിലും പോയി നോക്കൂ, അല്ലെങ്കിൽ പള്ളികളിൽ പോയി നോക്കൂ. ഇപ്പം ഡ്രസ് കോഡുകളില്ലേ? ഇപ്പോൾ ഉദാഹരണം, മിനി സ്കർട്ട് ഇട്ടുകൊണ്ട് പൊതുവെ അമ്പലത്തിൽ പോകാൻ കഴിയാറുണ്ടോ?
അല്ലെങ്കിൽ മൈക്രോ മിനി സ്കർട്ട് ഇട്ടുകൊണ്ട് ഒരു പള്ളിയിൽ പോകാൻ കഴിയാറുണ്ട്. എന്തുകൊണ്ടാണ്? ദൈവത്തിന് മിനി സ്കർട്ട് ഉണ്ട്, അതിന് പ്രശ്നം ഉണ്ടായിട്ടാണോ? അപ്പോൾ ആ മിനി സ്കർട്ട് എന്ന് പറയുന്നത് കുറച്ച് ഓവർ റിവീലിംഗ് ആണ്, അത് പാടില്ല. ഇപ്പോൾ ഉദാഹരണം വത്തിക്കാനിൽ പോയ അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കൊന്ന് മുട്ടിന് താഴെ മറയ്ക്കണം, അങ്ങനെയൊക്കെയാണ് അവിടെ ഒരു നിയമാവലി തന്നെയുണ്ട്. അങ്ങനെ ചില ഡ്രസ് കോഡ് പാലിച്ചില്ലെങ്കിൽ വത്തിക്കാനിൽ എൻട്രി ഇല്ല. അപ്പോൾ ആ വത്തിക്കാനിൽ എൻട്രി ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ആ സ്ഥലത്തിനൊരു പവിത്രതയുണ്ട്, ആ സ്ഥലത്തിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്. ഇനി നേരെ പുരുഷനും ഇപ്പം വത്തിക്കാനിലെ ഡ്രസ്സ് വേറെയാണ്. അതായത് നമ്മുടെ ഗുരുവായൂർ പോകുമ്പം ഷർട്ട് ഊരിയിട്ട് കയറണം എന്നുള്ളതാണ് ഗുരുവായൂർ ഒരു രീതി. നേരെ മറിച്ച് വത്തിക്കാനിൽ ചെന്ന് ഞാൻ ഷർട്ട് ഊരിയിട്ട് കയറുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം വത്തിക്കാനിലെ ഡ്രസ് കോഡ് വേറെ, ഗുരുവായൂരിലെ ഡ്രസ് കോഡ് വേറെ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ഡ്രസ് കോഡുകളില്ലേ. ശബരിമലയിൽ ഷർട്ട് ഇട്ടുകൊണ്ട് കയറാം, അതായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരളം മുഴുവൻ ഡിബേറ്റ് ചെയ്തത്, വസ്ത്രധാരണം എന്തായിരിക്കണം എന്നുള്ളത്. ആണുങ്ങൾക്ക് ഒരമ്പലത്തിൽ ഷർട്ടിട്ട് കയറാം, വേറൊരു അമ്പലത്തിൽ ഷർട്ടിട്ട് കയറാൻ പാടില്ല. വത്തിക്കാനിലോ പരിശുദ്ധ മക്കയിൽ പോകുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ മുസ്ലിം സഹോദരങ്ങളുടെ വിശ്വാസം റൈറ്റ് ഷോൾഡർ കാണിച്ചുകൊണ്ട് ഒരു മേൽ തോർത്തും കീഴ്മുണ്ടും മേൽമുണ്ടും ധരിക്കണം എന്നുള്ളതാണ്. അതായത് അബ്രഹാം നബി അല്ലെങ്കിൽ പ്രോഫറ്റ് എബ്രഹാം അങ്ങനെ ധരിച്ചു പോയി തുന്നലില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം. നമ്മളതും ബഹുമാനിക്കുന്നവരാണ്. അപ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ ഡ്രസ് കോഡും പരിശുദ്ധിയും പവിത്രതയും ഉണ്ടെങ്കിൽ അതിനെ ബഹുമാനിക്കലല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അല്ല, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ ക്ഷേത്രങ്ങളിൽ പൂജാരിമാർ ഷർട്ട് ഇടാറില്ല, കറക്റ്റ് ചെറിയൊരു മുണ്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷേ സ്ത്രീകളെല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ ശരീരം കണ്ടിട്ട് അവർക്ക് ഒരു വികാരോ കാര്യങ്ങളോ തോന്നാറില്ല. അവിടെയാണ് രണ്ട് വ്യത്യാസമുണ്ട്. എന്താണ്? സ്ത്രീ ലൈംഗികതയും പുരുഷ ലൈംഗികതയും വ്യത്യാസമുണ്ട്. ഇത് രാഹുൽ ഈശ്വർ പറഞ്ഞ് വിശ്വസിക്കേണ്ട. ഇത് കഴിഞ്ഞ് ChatGPT-യിലോ ഗൂഗിളിലോ പോയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ സെക്ഷുവാലിറ്റി ആൻഡ് ഫീമെയിൽ സെക്ഷുവാലിറ്റി എന്ന് അടിച്ചു നോക്കുക. ഇപ്പോൾ ഇന്നത്തെ കാലമുണ്ട്, ChatGPT ഒക്കെ ഉണ്ട്. അക്കോർഡിംഗ് ടു സയൻസ്, അക്കോർഡിംഗ് ടു ന്യൂറോളജി, അക്കോർഡിംഗ് ടു ബ്രെയിൻ സയൻസ്, മെയിൽ സെക്ഷുവാലിറ്റി പുരുഷ ലൈംഗികത, ഫീമെയിൽ സെക്ഷുവാലിറ്റി ഫീമെയിൽ ലൈംഗികത തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബ്രെയിൻ വൈസ് വ്യത്യാസമുണ്ട്. ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറയാം. നമ്മൾ ആണുങ്ങളായതുകൊണ്ട് പറയുകയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ബസ്സിൽ കയറുമ്പോൾ നമ്മൾ കയ്യിലൊരു മുട്ടുസൂചി വെച്ചിട്ട് ഇനി 2-3 പെമ്പിള്ളാർ എന്നെ പുറകിൽ നിന്ന് തോണ്ടും, അവരെ കൊത്തണം എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും നമ്മൾ മുട്ടുസൂചി കൈ കരുതിയിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ സഹോദരിമാർക്കും സുഹൃത്തുക്കളും വേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പല പുരുഷന്മാരും ഞരമ്പ് രോഗികളാണ്. ആ ഞരമ്പ് രോഗികൾക്കെതിരെയാണ്. നമ്മൾ എപ്പോഴെങ്കിലും വഴിയിൽ ആ പെണ്ണ് ചിലപ്പോൾ എന്നെ ഒന്ന് കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്, ഞാൻ ഒന്ന് സൂക്ഷിച്ച് പോകണമെന്ന് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഇന്നേ വരെ നമ്മൾ ഒരുപാട് റേപ്പ് കേസുകൾ കേൾക്കുന്നുണ്ട്. 99.99% പുരുഷൻ സ്ത്രീയോട് ചെയ്യുന്ന ലൈംഗിക അതിക്രമമല്ലേ? എപ്പോഴെങ്കിലും അതായത് ഗ്യാങ് റേപ്പ് എന്നൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട്. ഇപ്പം നമ്മുടെ തമിഴ്നാട് ഒരാഴ്ച മുമ്പ് കൂടി തമിഴ്നാട് നമ്മുടെ വിജയൊക്കെ പ്രസ്താവന ഇറക്കിയിരുന്നു. മറ്റേ കോളേജിനുള്ളിൽ വെച്ച് ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന്. അങ്ങനെ 5 പെൺകുട്ടികളാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു ആൺകുട്ടിയുടെ കഥ എന്ന് പറഞ്ഞ് ഏതെങ്കിലും സിനിമ വന്നിട്ടുണ്ടോ? അപ്പോൾ തമാശയ്ക്ക് നമ്മുടെ സലീം കുമാർ എനിക്കൊന്ന് പുലിവാൽ കല്യാണത്തിലാണെന്ന് ആ പാൽക്കാരൻ്റെ ഗതി എന്ന് പറയുന്നത് ഏതൊരു സിനിമയിൽ എന്തോ ഒരു പൃഥ്വിരാജ്, എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ജയസൂര്യ ഒക്കെ ഉള്ള സിനിമയിലാണ്. ചോക്ലേറ്റ് സിനിമയിൽ മറ്റേ സലീം കുമാർ പറയുന്നുണ്ട് ആ പാൽക്കാരൻ്റെ ഗതി എന്ന് കുറച്ച് തമാശ പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ തമാശയായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? പക്ഷേ നമ്മളൊരു പെൺകുട്ടി റേപ്പിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ തമാശ പറയൂ? ഇല്ല. കാര്യം അത് ഗൗരവമുള്ളൊരു കാര്യമാണ്. മറ്റേത് എന്നിട്ട് തമാശയ്ക്ക് സലീം കുമാർ പറയുന്നുണ്ട് ദർശനേ പുണ്യം സ്പർശനേ പാപം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ആണുങ്ങളുടെ കാര്യത്തിൽ തമാശ പറയുന്നത് അതിനൊരു ഗ്രാവിറ്റിയും ക്രിമിനൽ ഒഫൻസും ഉണ്ടാകാത്തതുകൊണ്ടാണ്. ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരിക്കലും റേപ്പ് ജോക്ക് നമ്മൾ പറയരുത്. എന്തുകൊണ്ടാണ്? അത് മോശമാണ്, അത് ഒഫൻസീവ് ആണ്, അത് ക്രിമിനലാണ്, അതിന് ജയിലിലടക്കുകയും വേണം. അപ്പോൾ ആൺ പെൺ ലൈംഗികതകൾ വ്യത്യാസമാണ്. ഇത് പലപ്പോഴും നമ്മുടെ പുരുഷന്മാർക്കറിയില്ല, സ്ത്രീകൾക്കും അറിയില്ല. ഇത് നമ്മുടെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം, നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ആൺ പെൺ ലൈംഗികതകൾ എപ്പോഴെങ്കിലും എനിക്കറിയില്ല, മനുവിൻ്റെ ജീവിതത്തിൽ ഒരു കേരളീയ ഷർട്ടും മുണ്ടും ഉടുത്തുകൊണ്ട് പോയതുകൊണ്ട് മനുവിൻ്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലും പെൺകുട്ടി വ്യത്യസ്ത ആംഗിളുകളിൽ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലോ മറ്റോ പങ്കുവെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഹായ് നോക്കൂ, മനു ഇന്ന് കേരളീയ വസ്ത്രത്തിൽ നമ്മുടെ പ്രേമത്തിൽ സായി പല്ലവിയും നിവിൻ പോളിയും പറയുന്ന പോലെ ഹായ് ഗുഡ് ജുബ്ബ, നമുക്ക് ഇവൻ്റെ 2 സൈഡിൽ നിന്ന് മാറി ഞാൻ ഇവൻ്റെ ഒരു ഷർട്ടും വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും ഇപ്പോൾ ആരാ ഇനോഗ്രേഷൻ പോകുന്ന ആരാ? ഉണ്ണി മൂന്തനോ അല്ലെങ്കിൽ നമ്മുടെ പൃഥ്വിരാജോ ഫഹദ് ഫാസിലോ ഒക്കെ പോകുമ്പോൾ വ്യത്യസ്ത മോശകരമായ ആംഗിളിൽ നിന്ന്, വൾഗർ ആംഗിളിൽ നിന്ന് നോക്കൂ പൃഥ്വിരാജ് വരുന്നുണ്ട്. ആ വൾഗർ ആംഗിളിൽ നിന്ന് പൃഥ്വിരാജിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ അനോണിമസായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാവുന്ന ഒരു പെൺകുട്ടി പോലും ചെയ്തതായിട്ട് എനിക്കറിയില്ല. അവരുടെ സെക്ഷുവാലിറ്റികൾ വ്യത്യാസമാണ്. ഇതിനർത്ഥം പെൺകുട്ടിക്ക് സെക്ഷുവാലിറ്റി ഇല്ലെന്നൊന്നുമല്ല കേട്ടോ, അതൊരു പഴയ ചിന്തയാണ്, അത് തെറ്റാണ്. പെൺകുട്ടിയുടെ സെക്ഷുവാലിറ്റി കുറേ കൂടെ പേഴ്സണലൈസ്ഡും വ്യക്തിനിഷ്ഠവും ബ്രെയിനിലുമാണ്. ആൺകുട്ടിയുടെ സെക്ഷുവാലിറ്റി കുറച്ചുകൂടെ വൈൽഡുമാണ്. ഇത് എല്ലാ ആണുങ്ങൾക്കും അറിയാം. ഇത് കേൾക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യവും വ്യക്തിബന്ധവുമുള്ള ഒരു ആണിനോടോ സഹോദരനോടോ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പുരുഷനോട് ചോദിച്ചാൽ രാഹുൽ ഈശ്വർ ഈ പറയുന്ന സത്യമാണെന്ന് പറഞ്ഞു തരും. ഇത് പലപ്പോഴും പെൺകുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ശ്രീമതി അല്ലെങ്കിൽ കുമാരി ഹണി റോസ് അടക്കം എന്നോട് ചോദിക്കുന്നത് ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ മുമ്പിൽ വന്നാൽ രാഹുൽ ഈശ്വറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയല്ല. ആൺകുട്ടികളുടെ സെക്ഷുവാലിറ്റി വൈൽഡും ആയതുകൊണ്ട് കുറേ കൂടെ ശ്രദ്ധ നമ്മുടെ പെൺകുട്ടികൾ കാണിക്കണം. അതുകൊണ്ടാണ് ഖുറാനിൽ രസകരമായ ഒരു വചനമുണ്ട്. അതായത് ആദ്യം പറയുന്നത് ആണിൻ്റെ കണ്ണിന്
മിതത്വം വേണമെന്നാണ്. രണ്ടാമതാണ് പറയുന്നത് പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തിന് മിതത്വം വേണോ. അവിടെ പോലും പറയുന്നത് ആദ്യം ആണിൻ്റെ കണ്ണിനാണ് മിതത്വം, അതോടൊപ്പം പെണ്ണിൻ്റെ വസ്ത്രധാരണത്തിന് മിതത്വം വേണം. ആണും പെണ്ണുമുള്ള ലോകമല്ലേ, നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് പോകാം. അപ്പം നമ്മൾ ചൂടും മറ്റുമാണ്. ഷട്ടൂരി എന്തൊരു ചൂടാണ് എന്ന് പറയാറുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടി അങ്ങനെ എന്തൊരു ചൂടാണ് എന്ന് പറഞ്ഞ് ഷട്ടൂരി പറയാറുണ്ട്. പറയാത്തതിൻ്റെ റീസൺ എന്താ? സ്ത്രീ ശരീരഘടന വേറെയാണ്, ആൺകുട്ടികളുടെ ശരീരഘടന വേറെയാണ്. ഇത്തരം സത്യങ്ങളെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് നമുക്കല്ലേ ഇരുട്ടാവൂ. ഞാൻ കണ്ണടച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടവരാണ് കേട്ടോ ഇവരല്ല, ഹാഷ്മിയും അഭിലാഷും നമ്മുടെ ഡോക്ടർ അരുൺകുമാറും വ്യക്തിപരമായി അറിയാം, ഇഷ്ടമുള്ളവരാണ്, വളരെ താല്പര്യമുള്ളവരാണ്. പക്ഷേ നമ്മുടെ ഡോക്ടർ അരുൺകുമാറോ അല്ലെങ്കിൽ ഹാഷ്മിയോ അല്ലെങ്കിൽ അഭിലാഷോ അല്ലെങ്കിൽ നമ്മുടെ വിനുജി എന്ന സീനിയർ മാധ്യമപ്രവർത്തനോ പി ജി സുരേഷ് കുമാർജി എന്ന സീനിയർ മാധ്യമപ്രവർത്തനോ നമ്മളൊക്കെ കണ്ണടച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവൂ, നാട്ടുകാർക്ക് ഇരുട്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കരുത് എന്നുള്ളതാണ് അഭ്യർത്ഥന. എന്താ അങ്ങനെ പറയാൻ കാരണം? കണ്ണടച്ചിരുട്ടാക്കുക എന്ന് പറഞ്ഞാൽ ഹണി റോസിൻ്റെ വസ്ത്രത്തിന് എന്താ പ്രശ്നം? ഇന്നലെ ഡോക്ടർ അരുൺകുമാറിനോട് ചോദിച്ചു, ഹണി റോസ് അങ്ങനെ അടുത്ത് നിന്നാൽ രാഹുൽ ഈശ്വറിന് എന്തെങ്കിലും തോന്നുമോ തുടങ്ങിയ കാര്യങ്ങൾ. പലപ്പോഴും ഹണി റോസിൻ്റെ വസ്ത്രധാരണം പ്രകോപനപരവും പ്രലോഭനപരവുമാണെന്നുള്ള വിമർശനം വരുന്നതിനെ ഹണി റോസ് പോസിറ്റീവായി എടുക്കണം എന്നൊരു അഭ്യർത്ഥനയാണുള്ളത്. അതെങ്ങനെയാണ് സാർ ഇപ്പോൾ ഈ പ്രലോഭനപരമായിട്ട് പ്രകോപനമാവുന്നത് എങ്ങനെയാണ്? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഹണി റോസിൻ്റെ പരിപാടിക്ക് ഓടിക്കൂടുന്നവർ ഹണി റോസിൻ്റെ പ്രസംഗം കേൾക്കാനാണോ ഓടിക്കൂടുന്നത്? ഹായ് ഹണി റോസ് വരുന്നു, ഇന്ന് ഹണി റോസ് വിജ്ഞാനപ്രദമായ വേദാന്ത സാരം നമുക്ക് പറഞ്ഞു തരുമെന്ന് വിചാരിച്ചിട്ടാണ് അവരെ ഉദ്ഘാടനത്തിന് വിളിച്ചു കഴിയുമ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഒരു സിനിമാ നടിയാണ്. അല്ല, സിനിമാ നടി ആയതുകൊണ്ട് മാത്രമാണോ? ഒരുപാട് സിനിമാ നടിമാരില്ലേ? പക്ഷേ ഹണി റോസിനേക്കാൾ കൂടുതൽ പ്രമുഖമായ, ഹണി റോസ് വളരെ പ്രമുഖമായ മുൻനിര താരമാണ്, എന്നാൽ ഹണി റോസിനേക്കാൾ ഇപ്പം മഞ്ജു വാര്യർ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ, മഞ്ജു വാര്യരേക്കാൾ കൂടുതൽ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ഹണി റോസ് അല്ലേ? അത് ഹണി റോസിന്റെ മഞ്ജു വാര്യരാണ് നമ്മുടെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും അഭിനയശേഷിയുള്ള നടിമാരിൽ ഒരാൾ നമ്മുടെ മഞ്ജു വാര്യരാണ്. അല്ലെങ്കിൽ മലയാളിത്തം ഏറ്റവും തുളുമ്പുന്നത് കാവ്യാമാധവനാണ്, അല്ലെങ്കിൽ ശോഭന പോലെ ഒരു പാൻ ഇന്ത്യൻ നടിയാണ് നമുക്കുള്ളത്. ഇവരെക്കാൾ കൂടുതൽ ഇനോഗ്രേഷൻ ഹണി റോസിന് വരുന്നത് ഹണി റോസ് മഞ്ജു വാര്യരേക്കാൾ വലിയ അഭിനേത്രി ആയതുകൊണ്ടോ ഹണി റോസ് വിടമാട്ടെ എന്ന് നാഗവല്ലി പറയുന്ന പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടോ അല്ലല്ലോ. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ നെഗറ്റീവ്, ഹണി റോസിനെ നെഗറ്റീവായിട്ടല്ല, നമ്മൾ ആണുങ്ങളെ നെഗറ്റീവായിട്ട് പറയുകയാണ്. അതായത് മഞ്ജു വാര്യർ എന്ന ലേഡി സൂപ്പർ സ്റ്റാറിനെ കാട്ടിയോ, നയൻതാര എന്ന പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറിനെ കാട്ടിയോ, കാവ്യാമാധവനെ കാട്ടിയോ, ശ്രീമതി ശോഭനയെ കാട്ടിയോ കൂടുതൽ ഇനോഗ്രേഷന് ഹണി റോസിനെ വിളിക്കുന്നതിൻ്റെ റീസൺ ഹണി റോസിൻ്റെ പ്രസംഗ ചാതുര്യമോ ഹണി റോസിൻ്റെ ജ്ഞാനവിജ്ഞാനമോ ഒന്നും അല്ലല്ലോ. അപ്പം അല്ലെന്നറിയാമല്ലോ, ഇപ്പം അല്ലെന്നറിയാൻ നമ്മൾ കള്ളം പറയേണ്ട ആൾ ഒരു ഇനാഗുറേഷന് കൂടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സെലിബ്രിറ്റി വരണം. ഹണി റോസ് സെലിബ്രിറ്റിയാണ്, പക്ഷേ ഹണി റോസിൻ്റെ സെലിബ്രിറ്റി വാല്യൂ കൊണ്ട് മാത്രമാണോ ഇനോഗ്രേഷൻ വിളിക്കുന്നത്? അങ്ങനെയാണ് മനു ധരിച്ചിരുന്നെങ്കിൽ ഈ ഇനോഗ്രേഷൻ വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂറിനെ പോലുള്ളവർ കുന്തി ദേവി പരാമർശം പറയില്ല. ഹണി റോസിനെ ഇനോഗ്രേഷൻ വിളിക്കുന്നത് ഹണി റോസിൻ്റെ സെലിബ്രിറ്റി വാല്യൂ കൊണ്ട് മാത്രമാണോ? സെലിബ്രിറ്റിയാണ്, വളരെ പ്രഗത്ഭ, ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമയിൽ നിൽക്കുന്ന വ്യക്തി. എനിക്കൊന്ന് 10-11 വർഷം 12 വർഷമായിട്ട്, അല്ല 12 ബോയ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു 18 വർഷമായിട്ടെങ്കിലും സിനിമയിൽ നിൽക്കുന്ന ആളാണ് ഹണി റോസ്. ഹണി റോസിൻ്റെ ഇനോഗ്രേഷൻ ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തടക്കം വിളിക്കുന്നത്, അതിൻ്റെ പിന്നിൽ ഏറ്റവും നല്ല രീതി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പലപ്പോഴും വൾഗറായ ഫോട്ടോ കിട്ടുമെന്നോ വൾഗറായ ക്യാമറ ആംഗിൾ എടുത്ത് സീക്രട്ടായി ഇൻസ്റ്റാഗ്രാമിൽ ഇടാമെന്നോ വിചാരിക്കുന്ന ഒരുപാട് പേര് കൂടെ അല്ലേ? അല്ലെന്ന് സത്യസന്ധമായിട്ട് ഹണി റോസിനെങ്കിലും അഭിപ്രായമുണ്ടോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ ഞാൻ, അതും നെഗറ്റീവായിട്ടല്ല കേട്ടോ, ഞാൻ ലാലേട്ടൻ്റെ ഭക്തനാണ്, ആരാധകൻ പോലും അല്ല. ലാലേട്ടൻ അങ്ങനെ ആയത്, നീ നേരത്തെ പറഞ്ഞ ആംഗിൾ ഉള്ളതുകൊണ്ടാണല്ലോ ലാലേട്ടൻ മോൺസ്റ്റർ സിനിമയിൽ ഒരു പ്രത്യേക ഡയലോഗ് വെച്ച് ഹണി റോസിനെ അഡ്രസ്സ് ചെയ്യുന്നതും, ട്രിവാൻഡ്രം ലോഡ്ജിൽ ജയസൂര്യ ഒരു പ്രത്യേക ഡയലോഗ് വെച്ച് ഹണി റോസിനെ അഡ്രസ്സ് ചെയ്യുന്നതും, ബോബി ചെമ്മണ്ണൂർ ഒരു പ്രത്യേക ഡയലോഗ് വെച്ച് ഹണി റോസിനെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ റീസൺ, ഹണി റോസ് ശരിക്കും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്, ഹണി റോസ് എന്ന കലാകാരിയെ, അഭിനേത്രിയെ മലയാള സിനിമാ രംഗം വേണ്ട രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല. കുറേ കൂടെ ഹണി റോസ് എന്ന കലാകാരിയെയും അഭിനേത്രിയെയും നല്ല രീതിയിൽ യൂസ് ചെയ്യപ്പെടണം. അതോടൊപ്പം ശരിയാണ്, ശരീരത്തിൻ്റെ അംഗലാവണ്യമൊക്കെ ആൾക്കാർക്ക് താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ അതിന് ചില ലക്ഷ്മണ രേഖകളുണ്ട്. ആ ലക്ഷ്മണ രേഖകളെ ലംഘിക്കുകയാണെങ്കിൽ അത് സമൂഹത്തിനും ദോഷം ചെയ്യും, ഹണി റോസിനും ആത്യന്തികമായി ദോഷം ചെയ്യും. എന്ത് ലക്ഷ്മണ രേഖകളാണ്? ആ ലക്ഷ്മണ രേഖകളാണ് സഭ്യതയുടെ ലക്ഷ്മണ രേഖകൾ. ഇപ്പൊ അങ്ങനെ ഒരു ലക്ഷ്മണ രേഖ കടന്നതുകൊണ്ടല്ലേ ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നത്, അതായത് ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ലക്ഷ്മണ രേഖ ക്രോസ് ചെയ്തു. കുന്തി പരാമർശം വളഞ്ഞു കെട്ടി അല്ലെങ്കിൽ വളച്ചു കെട്ടി പറഞ്ഞതുകൊണ്ട് ഒരു ലക്ഷ്മണ രേഖ ക്രോസ് ചെയ്തു. നമ്മുടെ എല്ലാം നിലപാടെന്താ? അങ്ങനെ ശ്രദ്ധിച്ച് കാണും ഒരാളെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ. ഇപ്പം ഞാനും ഹാഷ്മിയും തമ്മിലുള്ള ഒരു തർക്കം യൂട്യൂബിൽ ഇന്ത്യയിൽ നമ്പർ 1 ട്രെൻഡിങ് ആയി. കേരളത്തിലല്ല, ഇന്ത്യയിലെ നമ്പർ 1 ട്രെൻഡിങ് ആയിരുന്നു ഹാഷ്മിയും ഞാനും തർക്കം. അതിൻ്റെ താഴെ 10,000 കമൻറ്റ് വന്നു. ആ 10,000 കമൻറ്റും എടുത്തു നോക്കിയാൽ 99.99% ആൾക്കാർ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഹണി റോസിനെതിരെ. എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നെ ഞാൻ പറയുന്നതിലൊരു സത്യസന്ധതയുണ്ട്, ഒരു ഓണസ്റ്റി ഉണ്ട്. ആ ഓണസ്റ്റി മനസ്സിലാക്കി നമ്മളിത് വരണം.
ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഡിസ്കറേജ് ചെയ്യപ്പെടണം. ഹണി റോസിനെ ശക്തമായി വിമർശിക്കണം, പക്ഷേ ഹണി റോസിനെ അപമാനിക്കരുത്, ഹണി റോസിനെ അധിക്ഷേപിക്കരുത്. അപ്പം അവിടെ ബോച്ച ഒരു ലക്ഷ്മണരേഖ കടന്നു. പക്ഷേ ബോച്ച ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം കടന്നു. പല പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. ഞാൻ പലതും കണ്ടിട്ടില്ല. ഇപ്പം തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയി ചില കാര്യങ്ങൾ ചെയ്തു എന്ന് ബോച്ച പറയുന്നുണ്ട്. അതൊന്നും ഒരിക്കലും പറഞ്ഞുകൂടാത്തതാണ്. കാര്യം ഒരു പൊതുവേദിയിൽ പോകുന്നതും സാറേ ഇത് കാണുന്ന ഈ വളർന്നു വരുന്ന പിള്ളേരെന്ത് വിചാരിക്കും, കണ്ടോ ബോച്ചയെ പോലെ, ബോച്ച ഭയങ്കര സമ്പന്നനാണ്, ബോച്ച ഭയങ്കര സ്റ്റാറാണ്, ബോച്ച വലിയ സെലിബ്രിറ്റിയാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഒരുപാട് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ജീവിതവും വീടും തൊഴിലും ഒക്കെ നൽകുന്നുണ്ട്. കണ്ടോ അപ്പം ബോച്ചയെ പോലെ വലിയൊരു താരം പോലും ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ എനിക്ക് ചെയ്തത് എന്താണെന്ന് തോന്നും. നാളെ പിള്ളേർക്ക് ഇറങ്ങി ഇത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, അത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടല്ലേ നമ്മൾ ബോച്ച ചെയ്യുന്നതിനെതിരെ പറയുന്നത്. പക്ഷേ വേറെ കേസുണ്ട്, ബോച്ച എല്ലാവർക്കും ജോലി കൊടുക്കുന്നുണ്ട്, വലിയ പുരസ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം ഏറ്റുവാങ്ങുന്നുണ്ട് എന്നും പറഞ്ഞ് ബോച്ച ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ന്യായീകരിക്കാൻ പറ്റും. ബോച്ച ചെയ്യുന്ന ശരിയെ ശരിയായും തെറ്റിനെ തെറ്റായിട്ടും കാണണം. ബോച്ച ചെയ്യുന്ന ശരിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും തെറ്റിനെ നമ്മൾ കുറ്റം പറയുകയും വേണ്ടേ? അതല്ലേ ശരിയായ നിലപാട്. ബോച്ച നന്മ പറഞ്ഞു, ബോച്ചയെ അപ്രീഷിയേറ്റ് ചെയ്യണം, ചാരിറ്റി ചെയ്യുന്നു, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ബോച്ച ഒരു മാവറിക്കാണ്, നമ്മുടെ അമേരിക്കയിലെ എലോൺ മസ്ക് എന്നൊക്കെ പറയുന്നത് പോലെ ബോച്ച ഒരു കേരളത്തിൻ്റെ എലോൺ മസ്കാണ്. അപ്പം ബോച്ച ചെയ്യുന്ന നല്ല കാര്യങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുക, ബോച്ചയെ ചെയ്യുന്ന ശരിയല്ലാത്ത കാര്യങ്ങളെ വിമർശിക്കുക. ഇപ്പം ബോച്ച മുഴുവൻ മോശക്കാരനാണ്. ഇന്നലെയൊക്കെ ചിലർ പറയുന്നത് കേട്ടു ബോച്ചയുടെ ചാരിറ്റി മുഹമ്മൂടിയാണെന്നൊക്കെ. ഞാൻ പറഞ്ഞു അതിനെ കുറ്റം പറയുന്നത് എന്തിനാ? ബോച്ച ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പെട്ടെന്ന് മോശമാവൂ? ബോച്ച ഒരു കുന്തി ദേവി പരാമർശം നടത്തി, അതുകൊണ്ട് ബോച്ച ചെയ്ത വീട് വെച്ച് കൊടുത്തതെല്ലാം വെറുതെ എന്ന് പറയാൻ പറ്റൂ? ഈ കുന്തി ദേവി പരാമർശം എന്ന് പറഞ്ഞാൽ തന്നെ കുന്തി ദേവി മഹാഭാരതത്തിലെ ആ കുന്തി ദേവിനെയാണ് ഈ അടുത്തടുത്ത് പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഒരു തെറ്റല്ലേ? ശരിക്കും പറഞ്ഞാൽ ബോച്ച പറഞ്ഞ കൃത്യമാക്കെന്ന് പറഞ്ഞാൽ മഹാഭാരതം സീരിയലിൽ കുന്തി ദേവിയായി അഭിനയിച്ച വ്യക്തിയെ ഹണി റോസിനെ കണ്ടപ്പോൾ ഓർമ്മ വന്നൊന്നും, ഹണി റോസിനെ കണ്ടപ്പോൾ ആ വ്യക്തിയെ കണ്ടപ്പോൾ ഹണി റോസിനെ ഓർമ്മ വന്നു എന്നാണ്. അത് സ്റ്റാർ പ്ലസിൽ, ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട കേട്ടോ, ഗൂഗിളിൽ ഇപ്പം വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർ പ്ലസിൽ ഷഫാഖ് നാസ് എന്നൊരു പെൺകുട്ടിയുണ്ട്, അവരാണ് സ്റ്റാർ പ്ലസിൽ കുന്തി ദേവിയായിട്ട് അഭിനയിച്ചത് മഹാഭാരതത്തിൽ എന്ന് പറഞ്ഞൊരു ദ്വയാർത്ഥം പ്രയോഗിച്ചതാണ് എന്ന് പറഞ്ഞ് ഷഫാഖ് നാസിനെ ഉദ്ദേശിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പുള്ളിക്കാരത്തിനെ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ. അതെ, പുള്ളിക്കാരനെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞ് ഈ കുന്തി പ്രയോഗം നടത്താൻ വേണ്ടിയിട്ടാണ് പുള്ളി പറഞ്ഞത്. അതായത് ഒരു ന്യായീകരണം ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഷഫാഖ് നാസിനെ പറഞ്ഞതാണെന്ന് വേണമെങ്കിൽ എനിക്ക് പിന്നീട് പറയാമല്ലോ എന്ന ദ്വയാർത്ഥം പ്രയോഗിച്ച് പറഞ്ഞാൽ, പക്ഷെ അത് ശരിയല്ല. അതിനെ ലീഗൽ ഭാഷയിൽ ഇൻസിനുവേഷൻ, ഇനുവെൻഡോ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇൻസിനുവേഷൻ എന്ന് പറഞ്ഞാൽ, ഇനുവെൻഡോ എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയിൽ നമ്മൾ ഒരാളെ അധിക്ഷേപിക്കുക, അപമാനിക്കുക, അത് ശരിയല്ല. അതുകൊണ്ടാണ് ബോച്ച പറഞ്ഞത് ശരിയല്ല. പക്ഷേ ബോച്ച ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാമെന്നും ഇരിക്കരുത്. ബോച്ച ചെയ്യുന്ന ചാരിറ്റി, ബോച്ചയുടെ ഓട്ടം, ബോച്ചയുടെ രക്തദാനം, ബോച്ച നമ്മുടെ തൂക്കുകയറിന് വിധിക്കപ്പെട്ട അല്ലെങ്കിൽ കൊലപാതകത്തിന് മർഡറിന് വിധിക്കപ്പെട്ട വ്യക്തിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ, ഈ നല്ല കാര്യങ്ങളൊന്നും കാണാതിരിക്കും. ഇപ്പോൾ എല്ലാം മോശമായി. ബോച്ച എന്ന് പറഞ്ഞാൽ ഇനി ആകെ മോശമാണ്. ബോച്ച മറഡോണയെ കേരളത്തിൽ കൊണ്ടുവന്നു, ബോച്ച കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ചെയ്ത കാര്യങ്ങൾ വളരെ നല്ലതാണ്. ഒരു കുന്തി പരാമർശം നടത്തിയതോടുകൂടി ബോച്ച കൊടുത്ത വീടിൻ്റെ എല്ലാം സിമെൻ്റിലെല്ലാം അയാൾ വെള്ളം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നും പറയുന്നതിന് ഒരു അർത്ഥവുമില്ല. പക്ഷേ ഇത് ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ടല്ല, പല പ്രാവശ്യം പറഞ്ഞതും ശരിയല്ല. ഇത് മാത്രമല്ല, ഞാൻ കേട്ടതാണ്, ഞാൻ എല്ലാം കേട്ടിരുന്നില്ല. തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറഞ്ഞു, ഏതോ ഒരു പെൺകുട്ടിയോട് മറ്റേ ഒരു ക്രിസ്മസ് ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു, എന്തോ ഒരു വടയുടെ കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാൻ വടയുടെ കാര്യമൊന്നും കണ്ടില്ല, പക്ഷെ ശരിയായിരിക്കും. മാധ്യമങ്ങൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ അകത്തൊരു ദ്വയാർത്ഥം കണ്ടെത്താനായിട്ട് ആ ദ്വയാർത്ഥം ബോച്ചയെ പിൻവലിക്കണം. ബോച്ചയ്ക്ക് ഇതൊരു പഠനത്തിന്റെ അവസരമാണ്. ബോച്ചയെ വ്യക്തിപരമായി അറിയുന്ന ഒരാൾ കൂടിയാണ്. ബോച്ചയുടെ ഒരു ഗിന്നസ് ഇവന്റ് ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. ബോച്ച ഗിന്നസ് നേടിയ ഒരു പരിപാടി. പിന്നെ ബോച്ചയെ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനിൽ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ബോച്ചയെ ഇഷ്ടമാണ്. ബോച്ച ഒരു രസമുള്ള മനുഷ്യനാണ്, ഒരു മാവറിക്കാണ്. അതുകൊണ്ട് ബോച്ചയെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതി പറയുകയാണ്. ബോച്ചയെ അത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉപേക്ഷിക്കണം. ബോച്ചയെ ഒരു അത്തരം തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിക്കണം. ബോച്ച നല്ല മാതൃകകളുമായി മുമ്പോട്ട് വരണം. ഈ ബോച്ചയെ ഒരു നല്ല രീതിയിലേക്ക് ചിത്രീകരിക്കാനായിട്ട് രാഹുൽ ഈശ്വർ എന്ന വ്യക്തി, ബോച്ച നല്ലതാണ്, പരാമർശം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത്. ബോച്ചയെ രാഹുൽ ഈശ്വർ നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല, ബോച്ചയെ രാഹുൽ ഈശ്വർ ഒളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ബോച്ച നല്ല ആളാണ്, ബോച്ചയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ബോച്ചയ്ക്ക് ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഉണ്ട്. ഒരാളുടെ നന്മയെ നന്മയായിട്ടും നല്ലതല്ലാത്തതിനെ നല്ലതല്ലായിട്ടും നമ്മൾ കാണണം. ബോച്ച ചെയ്ത ചാരിറ്റി, ബോച്ച ചെയ്യുന്ന ഗുണങ്ങൾ, ഇതൊന്നും നമ്മൾ കാണാതിരിക്കണ്ട എന്ന് പറഞ്ഞ് ബോച്ച ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കണ്ട. നേരെ തിരിച്ച് ബോച്ച ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ ബോച്ച ചെയ്യുന്ന നന്മകളെ എല്ലാം കരിവാരിയും തേക്കണ്ട. കറക്റ്റ് അതല്ലേ? മനു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ബോച്ച ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ ബോച്ച ചെയ്യുന്ന ശരികളുടെ പേരിൽ ബോച്ചയുടെ തെറ്റുകളെ ന്യായീകരിക്കരുത്. അതേപോലെ ബോച്ച പറഞ്ഞ തെറ്റായ വാക്കിന്റെ പേരിൽ ബോച്ച ചെയ്ത നല്ല കാര്യങ്ങളെ മുഴുവൻ കരിവാരി, നല്ല കാര്യങ്ങളെ എടുത്തു കാണിച്ചിട്ട് ഈ പറയുന്ന നിയമവ്യവസ്ഥയിൽ നിന്ന് മാറ്റി നിർത്താൻ ആരും പറ്റില്ല. പക്ഷെ അതാണ് ഇപ്പൊ രാമൻപിള്ള സാർ ലീഗലി ഫൈറ്റ് ചെയ്യും. രാമൻപിള്ള സാറിന് എന്തെങ്കിലും ഒരു ലീഗൽ സ്ട്രാറ്റജി കാണും. രാമൻപിള്ള സാർ രാഹുൽ ഈശ്വർ പറയുന്ന ഈ തുറന്ന രീതിയിൽ പറയാൻ പറ്റില്ല. കാര്യം കോടതി പോകുമ്പോൾ സാങ്കേതികത്വമാണ് കൂടുതൽ. ഒരുപക്ഷെ രാമൻപിള്ള സാർ ആർഗ്യൂ ചെയ്യുന്നത് ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്നൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്കെല്ലാം അറിയാം അങ്ങനെ അല്ലെന്ന്, നമുക്കെല്ലാം അറിയാം അങ്ങനെ
അങ്ങനെയല്ല ബോച്ച ഉദ്ദേശിച്ചത്, കുന്തി എന്താണെന്ന് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവും. പക്ഷേ കോടതിയിൽ ജാമ്യം കിട്ടാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ രാമപിള്ള സാറിൻ്റെ സ്ട്രാറ്റജി ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഷഫാഖ് നാസ് എന്നായിരിക്കും, കുറേ കാലതാമസം ഉണ്ടായിരുന്നായിരിക്കും, അതിനുശേഷം ഹണി റോസ് ചിരിച്ചുകൊണ്ട് ബോച്ചയോട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടെന്ന് കാണിക്കാനായിരിക്കും, ഹണി റോസിൻ്റെ ഇൻറ്റൻഷൻ ശരിയല്ല എന്നൊക്കെ വാദിക്കുമായിരിക്കും. അതൊക്കെ കോടതിയിലെ ലീഗൽ ഡിഫൻസാണ്, ജാമ്യം കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാലേ ആ കുന്തി ദേവി എന്ന് 1 മിനിറ്റ് തമാശ പറഞ്ഞതിന് 1 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ 3 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. ചോദിക്കട്ടെ, ഈ പൊതുസമൂഹത്തിൽ സ്ത്രീയെ എങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല, ഒരു കാരണവശാലും പാടില്ല. 101% യോജിപ്പാണ്, 101% യോജിപ്പാണ് സ്ത്രീക്കെതിരെ. അതുകൊണ്ടാണ് സ്ഥിരം സ്ത്രീവിരുദ്ധൻ എന്ന വിളി കേൾക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. എപ്പോഴെങ്കിലും മനു, ഞാൻ ഒരിക്കലെങ്കിലും ഏതെങ്കിലും സ്ത്രീയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയേ കാണുന്നുണ്ടോ? ഞാൻ വിമർശിക്കും, തുറന്നു തന്നെ വിമർശിക്കും. ഈ ഫെമിനിസ്റ്റുകളെന്ന് പറയും, ഈ ഫെമിനാജികളെന്ന് പറയും, അല്ലെങ്കിൽ പലതും പറയും. പക്ഷേ ഒരു സ്ത്രീയെയും വ്യക്തിപരമായ അവരുടെ പേരോ ശരീരമോ അവരുടെ ഏതെങ്കിലും കാര്യം കൊണ്ട് വിമർശിക്കില്ല, അല്ലെങ്കിൽ അധിക്ഷേപിക്കില്ല. ക്രിറ്റിസിസം വേണം, അധിക്ഷേപം വേണ്ട. വിമർശനം വേണം, പക്ഷേ അബ്യൂസ് വേണ്ട. ആ ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തിച്ചേരണം. മാത്രമല്ല, ഹണി റോസിന് ഒരു കാര്യത്തിൽ വലിയ നന്ദിയുണ്ട്. ഹണി റോസ് കാരണം കേരളീയ സമൂഹത്തിന് വലിയൊരു ഐക്യം ഉണ്ടായി. ഈ പലപ്പോഴും ജാതിയുടെ മതത്തിൻ്റെ പേരിലൊക്കെ അടികൂടി നിന്നിരുന്ന മനുഷ്യർ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റ് നമുക്കെല്ലാം ഇനി ഒറ്റക്കെട്ടായി ഹണി റോസിനെതിരെ നിലപാടെടുക്കണം. ഞാൻ തമാശക്കാണ് കേട്ടോ, സീരിയസ് ആയിട്ടല്ല പറയുന്നത്, കൗതുകമുള്ളൊരു കാഴ്ചയാണ്. ഞാൻ എല്ലാ പാർട്ടിക്കാരെയും ബഹുമാനത്തോടെ പറയും. ഞാൻ സംഘന്നേ പറയാറുള്ളൂ, സംഗീതം പറയാറില്ല. പക്ഷേ ആലങ്കാരികമായി സാഹചര്യം കൊണ്ട് പറയുകയാണ്, ഒരു ദിവസം സ്ഥിരമായി പോരാടിക്കൊണ്ടിരുന്ന സംഘിയും സുഡാപ്പിയും ഒക്കെ ഒരു ദിവസം രാവിലെ എണീച്ച് നമുക്കെല്ലാം ഇനി ഒരു അമ്മ പെറ്റ മക്കളെ പോലെ പോരാടണമെന്ന് പറയുന്നത് കേൾക്കുന്നത് ഇതിനു മുമ്പും സംഘിയും സുഡാപ്പിയും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. കൊറോണ വന്നപ്പോഴും നിന്നു. ഈ സമയത്ത് എല്ലാവരും കൊറോണയും പ്രളയം പോലെ അത് രണ്ട് നെഗറ്റീവാണ്. ഹണി റോസിനെ മറ്റൊരു കോണ്ടക്സ്റ്റിലാണ്ടാണ്. അപ്പം എന്താ പറയണേ, ഉദ്ദേശിച്ചതല്ലെങ്കിലും ഹണി റോസിൻ്റെ പേരിൽ വലിയൊരു യോജിപ്പ് വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതായത് എനിക്കൊക്കെ പലപ്പോഴും ഞാനൊക്കെ നേരിടുന്ന വിമർശനം ഈ തീവ്ര വലതുപക്ഷ സർക്കിൾസിൽ നിന്ന് സ്ഥിരം കേൾക്കുന്നത് നിനക്ക് മുസ്ലിം പ്രീണനം കൂടുതലാണെന്നാണ്. തീവ്ര മുസ്ലിം പക്ഷത്തു നിന്ന് കേൾക്കുന്നത് നീ സംഘികളുടെ ഏജന്റ് അല്ലേ, നിനക്ക് തീവ്ര വലതുപക്ഷമാണെന്നാണ്. ഇവരെല്ലാം ഇന്നലെ വിളിച്ചിട്ട് സ്നേഹത്തോടെ രാഹുൽ ഈശ്വർജി നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ കൗതുകമായി. അതുകൊണ്ട് ഹണി റോസിന് കേരളത്തെ ഒന്നിപ്പിച്ചതിന് ഒരു ദേശീയോദ്ഗ്രഥന അവാർഡ് കൊടുക്കണം. ഹണി റോസ് വലിയ രീതിയിൽ കേരള സമൂഹത്തിൽ ഒരു ഐക്യം കൊണ്ടുപോകും. അവരുടെ നിലപാടിനെതിരെ കേട്ടോ, അവരുടെ വ്യക്തി ശരീരത്തിനെതിരെയല്ല, അവരുടെ നിലപാടിനെതിരെ കേരളീയ സമൂഹത്തിൽ വലിയൊരു ഐക്യം കൊണ്ടുവന്നു എന്നുള്ളത് കൗതുകം ഉണർത്തുന്ന കാര്യമാണ്. ഈ ബോച്ചയ്ക്കെതിരെ ഒരു രാഷ്ട്രീയ നീക്കം നടക്കുന്നുണ്ടോ? അതൊന്നും കാണില്ല. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പിന്നെ അറസ്റ്റ് ചെയ്യാന്നല്ല എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ മുഖ്യമന്ത്രിയോട് പോലീസുകാരൻ ചെന്ന് പറയുകയാണ്, സാറേ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റും? ഇതിൽ എല്ലാ വിഷയത്തിൽ എന്നാ പോണ വഴിക്ക് പിണറായി വിജയനെ കൂടെ ഒന്ന് കൊട്ടിയിട്ട് പോകാമെന്ന് പറയണ്ട. അപ്പം പിണറായി വിജയൻ എനിക്ക് അദ്ദേഹത്തോട് വിമർശനമുള്ള വ്യക്തിയാണ്. ഞാനൊരു ഇടത് വിരുദ്ധനായ വലതുപക്ഷക്കാരനാണ്. മുഖ്യമന്ത്രി നവീൻ്റെ ഫാമിലിയെ വിളിക്കണമായിരുന്നു, നമ്മുടെ ഹണി റോസിനെ മാത്രമല്ലേ വിളിച്ചോളൂ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കും. അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷേ അതിനപ്പുറം മുഖ്യമന്ത്രിക്കോ പോലീസുകാർക്കോ വേറൊന്നും ചെയ്യാനില്ല. ഇത്രയും പ്രമാദമായ കേസാണ്, മീഡിയക്കാരെല്ലാം ചർച്ച ചെയ്യുന്നു. പോലീസുകാർ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ബോച്ചയുടെ നിന്ന് കാശ് മേടിച്ചിട്ടാണെന്ന് പറയും. അപ്പം അങ്ങനത്തെ പ്രശ്നമുള്ളതുകൊണ്ട് പോലീസുകാർ ചാടിക്കയറി അമിതോത്സാഹം കാണിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ അവർക്കല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതാണ് അതിൻ്റെ സത്യം. ഈ വിഷയങ്ങൾ അറിയാവുന്നതുകൊണ്ടും അഡ്വക്കേറ്റ് ആണെന്നുള്ളതുകൊണ്ടും പറയുകയാണ്, പോലീസിന് വേറെ എന്ത് ചെയ്യാൻ പറ്റും? പോലീസ് നോക്കിയപ്പോൾ നന്നായി, നമ്മൾ ഈ വിഷയങ്ങളുടെ പിന്നിൽ നമുക്ക് ചാടി അങ്ങ് കയറി ബോച്ചയെ അങ്ങ് അറസ്റ്റ് ചെയ്യാം. വളഞ്ഞ് എന്താ മറ്റേ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ കാറ് വളഞ്ഞ് ബോച്ചയെ അറസ്റ്റ് ചെയ്തു. ബോച്ചയെ വിദേശ രാജ്യത്തേക്ക് രക്ഷപ്പെടാതിരിക്കായിരുന്നു ഒക്കെ കഥയുണ്ടാക്കും. പോലീസുകാർ കഥയുണ്ടാക്കാൻ എടുക്കരാ, സിനിമാക്കാരൊന്നും അല്ല, പോലീസുകാരാണ് കഥയുണ്ടാക്കാൻ ഏറ്റവും എടുക്കണം. ബോച്ചയെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴേക്കും കേരള പോലീസിൻ്റെ 4 മണി തൊട്ട്, ഞാൻ വായിച്ച കാര്യങ്ങളാണ്, ഇതൊന്നും കയ്യിൽ നിന്ന് പറയുന്നതല്ല, രാവിലെ 4 മണി തൊട്ട് കാത്തിരുന്ന് വയനാട്ടിൽ കാരനെ വലയം വെച്ചു. പക്ഷേ കേട്ടാത്തൊന്നും ബോച്ച മറ്റേ അന്താരാഷ്ട്ര സ്മഗ്ലിംഗ് KGF-ലെ ഈ യഷാണെന്ന് തോന്നുന്നു. പക്ഷേ അതൊക്കെ പോലീസുകാർ കഥയുണ്ടാക്കാൻ വേണ്ടി പറയുന്ന. പക്ഷേ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ റിയാലിറ്റീസ് ആണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഹണി റോസിന് കേരളീയ സമൂഹം നന്ദി പറയേണ്ടത് ജാതി മതങ്ങൾക്ക് അതീതമായി കേരള സമൂഹത്തെ ഒന്നിപ്പിച്ച വ്യക്തിയായി ഹണി റോസ് അറിയപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ സർക്കാരും ബോച്ചയായിട്ടൊരു ഇത് നടക്കുന്നത്, തർക്കം നടക്കുന്നുണ്ടോ? ബോച്ച ടീയും കേരള റോട്ടറിയും തമ്മിലുള്ള അതൊന്നതിൻ്റെ പിന്നിൽ ചാൻസ് ഇല്ല. അതൊക്കെ നമ്മളൊരു ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കുന്നതാണ്. ബോച്ചയുടെ മറ്റേ 1000 ഏക്കർ വയനാട്ടിലെ പരിപാടി ക്യാൻസൽ ചെയ്യാൻ മറ്റേ ഹൈക്കോടതിയിൽ ഉത്തരവെന്തോ ഉണ്ടായി. ബോച്ച അങ്ങനെ ബോച്ച ഒരു ടൈപ്പാണ്. അത് രസിക്കുന്നതും ഇപ്പം അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ വിദേശരാജ്യത്തുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇതേപോലെ ടൈപ്പാണ്, അമേരിക്കയിലെ ഇപ്പം പ്രസിഡന്റായി മാറിയ. അതേപോലെ ഈലോൺ മസ്ക്. അപ്പം ബോച്ച അതേപോലെ ഒരു ബില്യണയർ മാവറിക്കാണ്. അത് ബോച്ചയെ അനുകൂലിക്കുന്നവർ കാണാം, എതിർക്കുന്നവർ കാണാം. ഞാനും ബോച്ചയും കൂടെ ഈ ഗിന്നസ് പരിപാടിക്ക് ബോച്ചയെ ഫോട്ടോ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, മറ്റെന്താ കോൺകർ ദ വേൾഡ് വിത്ത് ലവ്, അങ്ങനെ പുള്ളിയുടെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ കാണിക്കാമെന്ന്. ഞാൻ പറഞ്ഞു സാറ് കാണിച്ചോളൂ, ഞാൻ സൈഡിൽ നിന്നോളാം. അപ്പം അത് പുള്ളി ഒരു രസമാണ്, പുള്ളി ആളൊരു ഒരു കൗതുകമാണ്. അങ്ങനെ എന്തോ ഒരു സാധനമല്ലേ കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്ന് പറയണമെന്നൊക്കെ ബോച്ച പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല, സാറ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബോച്ച ഒരു രസകരമായ വ്യക്തിത്വമാണ്. ബോച്ച കേരള സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ്. ഹണി റോസും അതേപോലെ കലാരംഗത്തിന് ഒരുപാട് സംഭാവന ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ്. രണ്ടുപേർക്കും നന്മയുണ്ടാകട്ടെ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ വിവാദത്തെ മറികടന്ന് മുമ്പോട്ട് പോകാൻ നമുക്കാവട്ടെ.
ബോച്ചെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പണവും ഇതും ഉള്ളതുകൊണ്ട് എന്തും പറയാന്നുള്ളൊരു ഒരിക്കലും പാടില്ല. അതാണ് ബോച്ചെ പറയുന്നതിനെ വിമർശിക്കണം. ബോച്ചെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം. ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം.